അധ്യായത്തിൻ്റെ 8ാമത്തെ ക്ലാസ് കണ്ടു കാണും. ഇന്നത്തോടേക്ക് സാറ് ആ 1ാമത്തെ അധ്യായം പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഈ അധ്യായം മുഴുവൻ എല്ലാ ക്ലാസ്സുകളും കണ്ട നിങ്ങൾക്ക് അതിൽ ചിലപ്പം കുറച്ചൊരു പ്രയാസം നേരിട്ട മേഖല ജൂൾ നിയമത്തിലെ കണക്കുകളായിരിക്കും. നമുക്ക് 3 വ്യത്യസ്ത രീതിയിലുള്ള കണക്കുകളായിട്ട് വരുന്നുണ്ട്. ഒന്ന് ജൂൾ നിയമമായിട്ട് ബന്ധപ്പെട്ട കണക്ക്, പിന്നെ പവറുമായിട്ട് ബന്ധപ്പെട്ട കണക്ക്, പിന്നെ ആംബിയറേജുമായിട്ടുള്ള ഈ 3 വ്യത്യസ്ത രീതിയിലുള്ള ആ ഇക്വേഷനുകൾ ഉപയോഗിച്ചുള്ള കണക്കുകളും ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും കുറച്ച് പ്രയാസമുള്ള മേഖലയായതുകൊണ്ട് ഞങ്ങളത് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ജൂൾ നിയമമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ. ആദ്യം എന്താണ് ജൂൾ നിയമം? നിങ്ങൾക്കറിയാം, വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കും പ്രതിരോധത്തിനും സമയത്തിനും നേർ അനുപാതത്തിലാണ്. അതാണ് ജൂൾ നിയമം. അപ്പം അത് നമ്മൾ സൂത്രവാക്യത്തിലേക്ക് മാറ്റിയപ്പം H=I²RT കിട്ടുന്നു. അപ്പം എങ്ങനെയാണ് നമ്മളത് ജൂൾ നിയമം പറയുക? വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം പ്രതിരോധം സമയം ഇതിന്റെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെയാ ഒരു ഡെഫിനിഷൻ വേണ്ടുന്നുണ്ട്. ആ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഹീറ്റ് ജനറേറ്റഡ് in a current carrying conductor is the product of square of the intensity, resistance and time. Nodi, heat generated in a current carrying conductor is the product of square of the intensity, resistance and time. നമ്മൾ ഇതൊന്ന് സൂത്രവാക്യ രൂപത്തിൽ ഒന്ന് എഴുതി നോക്കും. ജൂൾ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്ന സൂത്രവാക്യം ഇതാണ്: H=I²RT. H ഉൽപ്പാദിപ്പിക്കുന്ന താപം, I വൈദ്യുത പ്രവാഹ തീവ്രത, R പ്രതിരോധം, T ടൈം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ജൂൾ നിയമം ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സൂത്രവാക്യം പഠിച്ചാൽ മതി. ഇതെല്ലാവർക്കും പഠിക്കാമല്ലോ. H=I²RT പഠിക്കാൻ ഒരു പ്രയാസമില്ല. ഈ സൂത്രവാക്യത്തിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് അതിന്റെ നിർവചനം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാ പറയുക? H താപം. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം പ്രവാഹ തീവ്രതയുടെ വർഗം പ്രതിരോധം സമയം ഇവയുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പൊ ഇൻഡുള്ളിലുണ്ട്. അപ്പൊ H=I²RT. ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ഡെഫിനിഷൻ: ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് carrying conductor is the product of square of the intensity, resistance and time. ഇതാണ് ജൂൾസ് നിയമപ്രകാരം നമുക്ക് കിട്ടുന്ന സൂത്രവാക്യം. ഇനി ഇതാണ് ഇതിലെ പ്രധാന സൂത്രവാക്യം കേട്ടോ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഓംസ് ലോ, ഓം നിയമം പഠിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓം നിയമം എന്താ? ഓം നിയമത്തിലൂടെ കിട്ടുന്ന സൂത്രവാക്യം V=I×R. ഈ V=I×R തന്നെ നമുക്ക് എന്ത് ചെയ്യാം? I=V/R. ഈ സൂത്രവാക്യം മാറ്റിയാൽ I=V/R കിട്ടും. അതേപോലെ തന്നെ കിട്ടും R=V/I. അപ്പോൾ V=I×R, I=V/R, R=V/I. ഈ സൂത്രവാക്യങ്ങളില്ലേ നമുക്ക് H=I²RT ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? H=I²RT. വേഗോളൂ, R അല്ലത്. ഈ സൂത്രവാക്യം ഞാൻ ഇവിടെ ചേർക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. I² ഇൻറ്റു R എന്ന് പകരം V/I ഇൻറ്റു T. അപ്പൊ നമുക്ക് I² എന്ന് പറഞ്ഞാൽ I×I. അപ്പൊ ഒരൈ നമ്മളൊന്ന് വിട്ടാൽ താഴത്തേക്ക് വെട്ടിക്കണം. ബാക്കി എന്ത് കിട്ടി? IVT. അപ്പോൾ H=IVT. സൂത്രവാക്യം H=I²RT, H=IVT. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഐക്ക് പകരം കൊടുത്താലോ? ഐക്ക് പകരം V/R. ഇവിടെ തന്നെ കൊടുത്തേക്കാം, വേഗം കഴിയും. ഐക്ക് പകരം V/R. ശരിയല്ലേ? VT. ശരിയല്ലേ? ഐക്ക് പകരം V/R.
ഇവിടെയുള്ള വി ടി. അപ്പം വി ഇൻറ്റു വി പി സ്ക്വയർ ഇൻറ്റു ടി ബൈ ആർ സമം വി സ്ക്വയർ ടി ബൈ ആർ. നമുക്ക് 3 സൂത്രമാണ്. H is equal to I square RT, H is equal to IVT, H is equal to V square by T by R. ഈ 3 സൂത്രവാക്യം പഠിച്ചെന്താ ലാഭം തന്നെ നമുക്ക് കണക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഐയും ആറും ടിയും ചോദിച്ചാൽ ഈ സൂത്രവാക്യം എടുക്കുക. ഐയും വിയും ടിയും ചോദിച്ചാൽ ഈ സൂത്രവാക്യം എടുക്കുക. വിയും ടിയും ആറും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. അതായത് ഐ ആർ ടി ആണ് നമുക്ക് കണക്കിൽ വാല്യൂ തരുന്നതെങ്കിൽ ഈ സൂത്രവാക്യം, ഐ വി ടി ആണ് വാല്യൂ തരുന്നതെങ്കിൽ ഈ സൂത്രവാക്യം, വി ടി ആർ ആണ് അതിന്റെ വാല്യൂ തരുന്നതെങ്കിൽ ഈ സൂത്രവാക്യം. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഐ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കറന്റ്, അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആർ റെസിസ്റ്റൻസ്, അതിന്റെ യൂണിറ്റ് ഓം ആണ്. ടി ടൈം, അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി ഒരാളുടെ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിന്റെ യൂണിറ്റ് വോൾട്ടേജ് തന്നെ. ഇനി ഈ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ഓരോ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ കണക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ജൂൾ നിയമപ്രകാരം താപം കണ്ടുപിടിക്കുന്ന ഒരു കണക്ക്. കണക്കൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് വായിച്ചേ. 50 ഓം പ്രതിരോധമുള്ള ഒരു ഹീറ്ററിലൂടെ 2 ആംപിയർ കറന്റ് 10 സെക്കൻഡ് പ്രവഹിച്ചാൽ താപം കാണുക. ജൂൾ നിയമത്തിന്റെ കണക്ക് മിക്കവാറും നമ്മൾ SLC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന കണക്കാണ്. ഒരു കണക്കിന് എന്ത് തന്നെ ആയിക്കോട്ടെ, ശരിക്കുള്ള കണക്കിന്റെ കണക്ക് തന്നെ ആയിക്കോട്ടെ, എന്തായാലും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം ചോദ്യം ശരിക്കും വായിക്കണം. എന്തിനാ 2 പ്രാവശ്യം വായിക്കുന്നത് വെച്ചാൽ അതിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏത് ചോദ്യമായാലും 2 പ്രാവശ്യം ശ്രദ്ധയോടെ വായിക്കുക. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ വായിക്കും. 50 ഓം പ്രതിരോധമുള്ള ഒരു ഹീറ്ററിലൂടെ 2 ആംപിയർ കറന്റ് 10 സെക്കൻഡ് പ്രവഹിച്ചാൽ താപം കാണുക. അപ്പൊ ചോദ്യം ക്ലിയറായി. താപം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. താപത്തിന് സൂചിപ്പിക്കുന്ന അക്ഷരം എന്താ? എച്ച് അല്ലേ? അപ്പൊ നമ്മൾ എച്ച് സമം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചു. ഇനി ഇതിൽ തന്നിരിക്കുന്ന ബാക്കി സംഖ്യകളൊക്കെ നോക്കാം. 50 ഓം. ഓം ആരെ യൂണിറ്റ്? പ്രതിരോധം. പ്രതിരോധത്തിന്റെ അക്ഷരം ആർ. അപ്പൊ ആർ സമം 50 ഓം. അതേപോലെ 2 ആംപിയർ. ആംപിയർ ആണ് യൂണിറ്റ് കറന്റ്. അപ്പൊ കറന്റിന്റെ അക്ഷരം ഇന്റൻസിറ്റി ആയി 2 ആംപിയർ. പിന്നെയോ 10 സെക്കൻഡ്. ടൈം 10 സെക്കൻഡ്. ഇങ്ങനെ നിങ്ങൾ ശരിയായിട്ട് എഴുതി വെച്ചാൽ ഈ കണക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തെറ്റാനുള്ള യാതൊരു സാധ്യതയില്ല. ഗുണനം അറിയണം, അത് മാത്രമേ അതിനകത്ത് പ്രശ്നമുള്ളൂ. അപ്പൊ എന്താ? 50 ഓം പ്രതിരോധമുള്ള ഹീറ്ററിലൂടെ 2 ആംപിയർ കറന്റ് 10 സെക്കൻഡ് പ്രവഹിച്ചാൽ താപം കാണുക. താപം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചു. ഈ ചോദ്യം കണ്ടൊരാത് ഈ എഴുതി വെച്ച കണ്ടാൽ ഈ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആറും ഐയും ടിയും തന്നിക്ക് എച്ച് കാണും. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? നമുക്ക് എച്ചിന്റെ സൂത്രവാക്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി, എച്ച് സമം ഐ വി ടി, എച്ച് സമം വി സ്ക്വയർ ടി ബൈ ആർ. അതിൽ ഇവര് മൂന്നാളുള്ള എന്താ? എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. നമ്മൾ വില ചേർക്കും, ഒന്നും ചെയ്യാനില്ല. ഐക്ക് പകരം 2 സ്ക്വയർ, ആറിന് പകരം 50, ടിക്ക് പകരം 10. കാര്യം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ് കേട്ടോ. 2 2 4, 50 10 500. ശരിയല്ലേ? അപ്പൊ 500 ഇൻറ്റു 4 2000. ജൂൾ നിയമപ്രകാരം താപമാണ് നമുക്ക് കിട്ടുന്നത്. താപ ഒരു ഊർജ്ജരൂപമാണ്. ഊർജ്ജത്തിന് യൂണിറ്റ് ജൂളാണ്. അപ്പം ഈ കണക്ക് 50 ഓം പ്രതിരോധമുള്ള ഒരു ഹീറ്ററിലൂടെ 2 ആംപിയർ കറന്റ് 10 സെക്കൻഡ് പ്രവഹിച്ചാൽ താപം 2000 ജൂൾ. ഇങ്ങനെയാണ് നമ്മൾ ജൂൾ നിയമപ്രകാരം ഒരു കണക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് വേറൊരു കണക്ക് നോക്കാം. നമുക്ക് വേറൊരു കണക്കിലേക്ക് ശ്രദ്ധ തരണേ. 100 ഓം പ്രതിരോധമുള്ള ഒരു സ്റ്റൗ 200 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചിരിക്കുന്നു.
നമ്മുടെ വീട്ടിലിപ്പോൾ 230 വോൾട്ട് സപ്ലൈ അല്ലേ, അതേപോലെ 200 വോൾട്ട് സപ്ലൈ ഉള്ള സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് 10 മിനിറ്റ്, ഇത് ബാക്കി ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന താപത്തിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യം 2 പ്രാവശ്യം വായിച്ച എല്ലാവരും. 100 ഓം പ്രതിരോധമുള്ള ഒരു സ്റ്റൗ 200 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. 10 മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന താപം കാണുക. താപം കാണുക. അപ്പൊ നമ്മൾ എച്ചിനെ കുറിച്ച് മാർക്ക് കിട്ടും. തന്നിരിക്കുന്ന വേഗം എഴുതിക്കൂടെ, ഇനി പ്രശ്നമൊന്നുമില്ല. R സമം 100 ഓം. എങ്ങനെ കിട്ടി? ഓം പ്രതിരോധത്തിന്റെ യൂണിറ്റ്. അപ്പൊ നമ്മൾ 200 വോൾട്ട് സപ്ലൈ ആണ്. അപ്പൊ നമ്മൾ V സമം 200 വോൾട്ട്. 10 മിനിറ്റ്. 10 മിനിറ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധ വരുന്നത്. ഈ കണക്ക് ചെയ്യുമ്പോൾ സമയത്തിൽ നിങ്ങൾ 10 എടുത്ത് ചെയ്താൽ ഈ കണക്ക് നമുക്ക് തെറ്റിപ്പോകും. കാരണം എന്താ വെച്ചാൽ ടൈം വേണ്ടത് സെക്കൻഡിലാണ്. 10 മിനിറ്റും 10 സെക്കൻഡും ഒന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ കണക്ക് വന്നാൽ സമയം സെക്കൻഡിലല്ലാതെ തന്നാൽ നിർബന്ധമായിട്ട് നമ്മളത് സെക്കൻഡിലാക്കണം. അപ്പൊ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 × 60 600 സെക്കൻഡ്. ഓക്കെ, LY H കാണണം, R Bയും Tയും തന്നു. സൂത്രവാക്യം നോക്കിയേ. H സമം I² RT എടുക്കാൻ പറ്റുമോ? ഇല്ല. H സമം IVT എടുക്കാൻ പറ്റുമോ? ഇല്ല. H സമം V² T/R ഓ? V ഉണ്ട്, T ഉണ്ട്, R. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും അന്വേഷിച്ചത്. H സമം V² T/R. ഇനി നിങ്ങൾ വില ചേർത്തേ. V 200 200 × 200. അങ്ങനെ വന്നു. V² ആണ്. 200 × 200. T-യോ 600. T 10 എഴുതി പറഞ്ഞേ. T 10 × 60 600 സെക്കൻഡ് ആണ്. ബൈ 100. പറഞ്ഞാൽ പ്രതിരോധം V² T/R. വേഗം കഴിയും അല്ലേ? ഇയാളെ വെട്ടിയ ഇവിടെ 2 ശരിയല്ലേ? 2 × 200 × 600. അപ്പോ 2 2 4 4 6 24. ശരിയല്ലേ? ഇവിടെ 2 ഉള്ളൂ. 2 2 4 4 6 24 4 0. കറക്റ്റ് അല്ലേ? പറഞ്ഞാൽ 2,40,000. നോക്കണേ, ഗുണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ അശ്രദ്ധ വരുന്നത് 2 2 4 4 6 24. പിന്നെ ഇവിടെയുള്ള 2 0, ഇവിടെയുള്ള 2 0. 2,40,000. ഇതായിരിക്കും ഈ സ്റ്റൗവിൽ ഉത്പാദിപ്പിക്കപ്പെട്ട താപം. അപ്പോൾ V² T/R എന്ന സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടെ നമുക്ക് നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചേ. 100 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ച ഒരു ഉപകരണത്തിലൂടെ 2 ആംപിയർ കറണ്ട് 5 മിനിറ്റ് പ്രവഹിച്ചാൽ താപം കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട്. കണക്ക് കിട്ടിയാൽ നല്ലോണം ശ്രദ്ധയോടെ 2-3 പ്രാവശ്യം വായിക്കണം. അങ്ങനെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് താപം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളോ 100 വോൾട്ട് ആണ്. വോൾട്ടേജ് 100 വോൾട്ട്. ഉപകരണത്തിലൂടെ ഒഴുകുന്ന കറന്റ് 2 ആംപിയർ. 5 മിനിറ്റ്. വീണ്ടും ശ്രദ്ധ പറഞ്ഞേ. 5 മിനിറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അതിനെ സെക്കൻഡ് ആക്കണം. സമം 5 × 60 300 സെക്കൻഡ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞു. വോൾട്ടേജും കറന്റും ടൈമും. അത് 3 ഉള്ള സൂത്രവാക്യങ്ങളിൽ തിരഞ്ഞെടുത്ത് എന്താ? H സമം IVT. വേഗം കഴിഞ്ഞു. എത്ര അടുത്ത് കളിക്കാൻ പറ്റുന്ന H സമം IVT. ഐക്ക് പകരം 2, വിക്ക് പകരം 100, ടിക്ക് പകരം 300. കണക്ക് കഴിഞ്ഞു. 200 × 300 2 3 6 14 0. ഒരേ നമ്മൾ കഴിഞ്ഞു. ഗുണിക്കുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കാം. 100 × 2 200, 200 × 300 ആണ്. 2 3 6 60,000. ഇങ്ങനെ ജൂൾ നിയമപ്രകാരം നമ്മൾ 3 കണക്കുകളാണ് ചെയ്യുന്നത്. സംഖ്യ എന്ത് തന്നെയായാലും സൂത്രവാക്യങ്ങൾ ഇത് തന്നെയുള്ളൂ. ചെയ്യുന്ന രീതിയും ഇത് തന്നെ. ഞാനിവിടെ ചെയ്ത കണക്കുകളിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള സംഖ്യകൾ ഉപയോഗിച്ചാൽ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതി തുടർന്നാൽ മതി. നമുക്ക് നമ്മുടെ ഒരു രീതിയാണ് പ്രധാനപ്പെട്ട കാര്യം.
ഏത് രീതിയിൽ നമ്മൾ കണക്കിനെ സമീപിക്കുന്നു, അതാണ് കണക്കിനെ നമുക്ക് എളുപ്പമാക്കുന്നത്. മറന്നുകൊണ്ട 3 സൂത്രവാക്യവും h സമം IVT, h സമം v²t/r, h സമം I²RT, ഈ 3 സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചും നമ്മൾ കണക്ക് ചെയ്തു. ശ്രദ്ധയോടെ എല്ലാവരും കണ്ടിരിക്കല്ലോ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടിയും കാണാം, ചോദിക്കാം, സംശയം തീരുന്നത് വരെ ആ കാര്യം നടത്തണം. എന്നാൽ ഒരിക്കലും ഈ കണക്ക് നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റിപ്പോകാൻ പാടില്ല. കാരണം അത് വലിയ നിങ്ങൾ മാത്തമാറ്റിക്സ് ശരിക്കുള്ള കണക്കില്ലേ, അതിൻ്റെ വരുന്നൊന്നും ടഫായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലത്. ശ്രദ്ധയോടെ കണ്ടാൽ മാത്രം മതി. ഇനി നമ്മൾ പവറുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ചെയ്യാൻ പോകുന്നത്. പവർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവറിനെ പറ്റി നന്നായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്ത് ചെയ്യപ്പെട്ട പ്രവൃത്തി. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത് തന്നെ സൂത്രവാക്യം ഇങ്ങനെ വരും: പവർ സമം പ്രവൃത്തി ബൈ സമയം. ഇതാണ് പ്രവൃത്തിയുടെ നിരക്കാണ് പവർ, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെട്ട പ്രവൃത്തി. 1 സെക്കൻഡിൽ ചെയ്യപ്പെട്ട പ്രവൃത്തി കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു സൂത്രവാക്യം ഉണ്ടാക്കാം. പവർ പി, പ്രവൃത്തി വർക്കല്ലേ W. ഇതാണ് പവറിന്റെ സൂത്രവാക്യം. പവർ കാണാനുള്ള അടിസ്ഥാന സൂത്രവാക്യം ഇതാണ്: P സമം W/T. പവർ സമം പ്രവൃത്തി ബൈ സമയം. പവർ സമം വർക്ക് ബൈ ടൈം. യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെട്ട പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പൊ ഇവിടെ വർക്ക് എനിക്കിത് ഇങ്ങനെ എഴുതിക്കൂട്ടെ? ഒന്നാലോചിച്ചു. P സമം H/T എന്ന് എഴുതിക്കൂടെ? നിങ്ങൾ പറയണം, എഴുതാൻ പറ്റുമോ ഇല്ലയോ? W എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക്. H എന്ന് പറഞ്ഞാൽ എന്താ? താപം. നമ്മളൊരു ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി സങ്കല്പിച്ചേ. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി നിങ്ങൾ പ്ലഗ് ഇട്ട് ഓൺ ചെയ്തു. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി ചെയ്ത പ്രവൃത്തി എന്താ? അത് ഉൽപ്പാദിപ്പിച്ച താപല്ലേ. ഒരു ബൾബ് ചെയ്ത പ്രവൃത്തി എന്താ? അത് ഉൽപ്പാദിപ്പിച്ച പ്രകാശമല്ലേ. ഉപകരണത്തിൽ എന്താണോ വൈദ്യുതോർജ്ജത്തിന്റെ ഫലങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ പേര്. അപ്പോൾ ഒരു താപനോപകരണത്തെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപമാണ്. അപ്പൊ നമുക്ക് P സമം W/T ആണെങ്കിൽ തീർച്ചയായിട്ടും P സമം H/T എന്ന് എഴുതാം. രണ്ടും അറിയാം. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്, ഹീറ്റിന്റെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെയും ഊർജാന്തരത്തിൽ പ്രധാനപ്പെട്ട ഇതിന്റെ പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും യൂണിറ്റ് എന്ന ജൂൾ. നമുക്ക് P സമം W/T കിട്ടിയ ഡബ്ല്യുവിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ ജൂൾ. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ സെക്കൻഡ്. ഇതിനൊറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേര് വാട്ട് എന്നാണ്. ഈ വാട്ടിന്റെ W ആണ്. നിങ്ങൾ ബൾബിന്റെ മുകളിലൊക്കെ കാണില്ലേ? 60 വാട്ട്, 100 വാട്ട് ഒക്കെ നിങ്ങൾ കിട്ടുന്ന കാണില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? 60 വാട്ട് എന്ന് പറഞ്ഞാൽ 60 വാട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വായിക്കേണ്ടത് ജൂൾ പെർ സെക്കൻഡ് വാട്ട്. അപ്പൊ 60 വാട്ട് എന്ന് പറഞ്ഞാൽ 60 ജൂൾ പെർ സെക്കൻഡ്. എന്താ ഇതിന്റെ അർത്ഥം? ഈ ബൾബ് 1 സെക്കൻഡ് സമയം കൊണ്ട് 60 ജൂൾ പ്രവൃത്തി ചെയ്യുന്നു. ഒരു ഇസ്തിരിപ്പെട്ടിന്റെ മുകളിൽ ഇങ്ങനെയാണ് എഴുതിയത് 1000 വാട്ട്. എന്താ അർത്ഥം? ഈ ഇസ്തിരിപ്പെട്ടി 1 സെക്കൻഡിൽ, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡാ. ഈ ഇസ്തിരിപ്പെട്ടി 1 സെക്കൻഡിൽ 1000 ജൂൾ പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ 1000 ജൂൾ താപം ഉത്പാദിപ്പിക്കും. പ്രവൃത്തി ചെയ്യുന്ന 1000 ജൂൾ പ്രവൃത്തി ചെയ്യും 1 സെക്കൻഡിൽ. പ്രവൃത്തിയുടെ നിരക്കാണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ P സമം W/T. P സമം അതുകൊണ്ട് തന്നെ ചെയ്യപ്പെട്ട ജോലി തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ സൂത്രവാക്യം ഉണ്ടാക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. P സമം H/T. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചത്. H സമം I²RT. അപ്പൊ ഞാൻ ഇവിടെ H എന്ന് പറയാം, I²RT കൊടുത്തു പോയിക്കോട്ടെ. I²RT/T. ഓക്കെ, ടിയും വെട്ടി. അപ്പൊ പിക്ക് ഒരു സൂത്രവാക്യം കൂടി
P സമം I സ്ക്വയർ R. നമുക്ക് സൂത്രവാക്യം 3 P സമം W ബൈ ടി, P സമം H ബൈ ടി, P സമം I സ്ക്വയർ R. ഇനി ഉണ്ടാക്കാം P സമം I സ്ക്വയർ R അല്ലേ? ഓം നിയമത്തിൽ R എന്ന് പറയുന്നത് എന്താ? V ബൈ I. ശരിയല്ലേ? V ബൈ I എന്ന് കൊടുത്തു. I സ്ക്വയറിൽ ഒരു കാണ പോയി, പോയി. അപ്പം P സമം IV. സൂത്രവാക്യം എണ്ണം കൊടുക്കുന്നത് ഇതാണ് അടിസ്ഥാന സൂത്രവാക്യം. P സമം W ബൈ ടി. അതിന്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടി W H തുല്യമായിട്ട് P സമം H ബൈ ടി. അങ്ങനെ നമുക്ക് P സമം I സ്ക്വയർ R കിട്ടി, P സമം IV കിട്ടി. ഇങ്ങനെ നമുക്ക് ഇനിയും സൂത്രവാക്യം ഉണ്ടാക്കട്ടോ. ഇതാ P സമം I സ്ക്വയർ R അല്ലേ? ഓം നിയമപ്രകാരം ഐക്ക് എന്താ നമ്മൾ എഴുതുക? V ബൈ R. ശരിയല്ലേ? അപ്പോ I സ്ക്വയറിന് പകരം എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? V സ്ക്വയർ ബൈ R സ്ക്വയർ എഴുതിക്കൂടെ? ഇയാൾ വിട്ടു, ഇയാൾ ഒന്നും വിട്ടു. അപ്പം P സമം V സ്ക്വയർ ബൈ R. പവർ കാണാൻ എത്ര സൂത്രവാക്യം? P സമം W ബൈ ടി, P സമം H ബൈ ടി, P സമം I സ്ക്വയർ R, P സമം IV, P സമം V സ്ക്വയർ ബൈ R. ഇത് കുറേ എണ്ണം കണ്ടിട്ട് നിങ്ങൾ പേടിയൊന്നും വേണ്ട കേട്ടോ. ഇതാണ് അടിസ്ഥാന സൂത്രവാക്യം. P സമം W ബൈ ടി. അതിൻ്റെ അകത്ത് ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ടത്. എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ W ടിയും തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പവർ കാണാം. H ടിയും തന്നാൽ ഇങ്ങനെ കാണാം. ഐയും ആറും തന്നാൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. IV തന്നാൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. ആറും വിയും തന്നാൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. കണക്ക് നമുക്ക് വേഗം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് പവറുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സൂത്രവാക്യങ്ങൾ. ഇതിൽ നമുക്ക് 1-2 സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കണക്ക് കൂടി ഒന്ന് നോക്കാം. പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 കണക്കുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുക. 22ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിൽ 22ാമത്തെ പേജിൽ ഏറ്റവും താഴെ ഒരു ചെയ്യാത്ത നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു കണക്ക്. അതൊന്ന് ചെയ്ത് നോക്കിയാലോ? ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ബൾബിന്റെ പവർ എത്ര? ചോദ്യം ബോർഡിൽ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ബൾബാണ്. അത് ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. ബൾബിന്റെ പവർ എത്ര? പെട്ടെന്ന് കഴിയും. 230 വോൾട്ട് I 0.4 ആംപിയർ പവർ എത്ര? ഇത്ര സിമ്പിളാണ്. നേരെ സൂത്രവാക്യം P സമം V ഇൻറ്റു I. 230 ഇൻറ്റു 0.4. 230 0.4 കൊണ്ട് അടിച്ചാൽ എത്ര കിട്ടും? 23. 230 നമുക്ക് ഗുണിക്കാം. 230 ഇൻറ്റു 4 0 12 9. ശരിയല്ലേ? 4 0 4 3 12 1 4 2 8 1 9 920. 230 4 ഗുണിച്ചാൽ 0.4 അല്ലേ ഗുണിക്കേണ്ടത്? അപ്പോൾ 92 വാട്ട്. ഇതായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം. ഇങ്ങനെ പവറുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിലെ കണക്കൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, പവറുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടെ നമ്മൾ ചെയ്യാൻ പോകുക. ഈ കണക്ക് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നിലനിൽക്കുന്ന കുറച്ചൊരു പ്രയാസമുള്ള കണക്കാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ 31ാമത്തെ പേജിൽ അവസാനത്തെ ചോദ്യം, 12ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 110 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പവർ എത്രയായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ ധാരാളം ഉപകരണങ്ങൾ കാണുന്നുണ്ട്. ആ ഉപകരണങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ആ ഉപകരണത്തിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ലെറ്റേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? V എന്നും കാണാം, W എന്നും കാണാം.
230 വി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡബ്ല്യു ചിലപ്പോൾ 60 W, 40 W, 1000 W, 100 W എന്നൊക്കെ കാണും. അപ്പോൾ വി എന്നുള്ളത് നമ്മളെ വീട്ടിലേക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ്. ഡബ്ല്യു എന്നതോ നമ്മൾ നേരത്തെ പറഞ്ഞു പവറിന്റെ യൂണിറ്റ് വാട്ട്. അപ്പൊ നമ്മളൊരു ബൾബ്, ഒരു എക്സാമ്പിൾ, ബൾബ് 100 വാട്ടിന്റെ ബൾബ് നമ്മൾ വീട്ടിൽ സ്വിച്ച് ഓൺ ചെയ്തു. ബൾബ് നല്ല പ്രകാശം തന്നു. ആ ബൾബിന്റെ മുകളിൽ എഴുതിയെന്നറിയോ? ആ ബൾബിന്റെ മുകളിൽ എഴുതുന്നത് എങ്ങനെയാണ് എഴുതുക? 100 വാട്ട് 230 വോൾട്ട്. ബൾബിന്റെ മുകളിൽ എഴുതി വെക്കുന്നത് ഇങ്ങനെ എഴുതി വെക്കും. എന്താ ഇതിന്റെ അർത്ഥം? ഈ കണക്കിൽ നിന്ന് നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് വിശദമായി പറയുകയാണേ. എന്താ ഇതിന്റെ അർത്ഥം? 100 വാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്കറിയാം 100 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബൾബ് ഒരു സെക്കൻഡിൽ 100 ജൂൾ പ്രവർത്തിച്ചു. എപ്പെന്നറിയോ? 230 വോൾട്ട് നിങ്ങൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താൽ ഈ ബൾബ് ഒരു സെക്കൻഡിൽ 100 ജൂൾ പോകും. അത് 100 വാട്ട്. ബൾബിന്റെ മുകളിൽ എഴുതിയ കാര്യമാണ്. അതിന്റെ അർത്ഥം എപ്പോഴും ഇത് 100 വാട്ട് പ്രവർത്തിച്ചതോളന്നില്ല, 100 വാട്ട് പവർ ആയിരിക്കണമെന്നില്ല. 230 വോൾട്ട് നിങ്ങൾ കൊടുത്താൽ 100 വാട്ട്. എന്തെങ്കിലും കാരണവശാൽ 230 എന്നുള്ളത് കുറഞ്ഞു പോയാൽ കുറയില്ലേ? നമ്മുടെ വീട്ടില് സന്ധ്യയായി കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയില്ലേ? പകലുണ്ടാകുന്ന 230 വോൾട്ടൊന്നും രാത്രി ഉണ്ടായിക്കൊള്ളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞിട്ടില്ല. 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബാണ്. അത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയപ്പോൾ ഈ 220 മാറി 110. അങ്ങനെയാകുമ്പോൾ 100 വാട്ട് എന്നുള്ളത് ഉണ്ടാവുമോ അല്ല അത് അങ്ങനെ തന്നെയാണോ എന്ത് വ്യത്യാസമാണ് വരിക? ചോദ്യം മനസ്സിലായോ? ബൾബിന്റെ മുകളിൽ രേഖപ്പെടുത്തിയതാണ്. ഇതിന്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞത് കഴിഞ്ഞാൽ 220 വോൾട്ട് കൊടുത്താൽ 100 വാട്ട് ആണ് അതിന്റെ പവർ. ഇത് 220 കൊടുത്താൽ മാത്രം 220 താഴെ പോയാൽ സ്വാഭാവികമായിട്ട് മാറും. എത്രയാവും? അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കാണും. അപ്പൊ ഞാൻ തന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പോകട്ടെ. വോൾട്ടേജ് 220, ശരിയല്ലേ? പവർ 100 വാട്ട് നമുക്ക് തന്നിരിക്കും. ഇനി ചോദിക്കുന്നത് വോൾട്ടേജ് 110 വോൾട്ട് ആയാൽ പവർ എന്താ? ഇതാണ് ചോദ്യം. 220 വോൾട്ടിൽ 100 വാട്ട് ആണെങ്കിൽ 110 വോൾട്ടിൽ എത്ര വാട്ട്? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. വോൾട്ടേജ് മാറുന്നുള്ള യാതൊരു സംശയവും. പകൽ കിട്ടുന്ന വോൾട്ടേജ് രാത്രി കിട്ടാറില്ല. 230 വോൾട്ട് നമുക്ക് തരുന്നതാണെങ്കിലും രാത്രി എല്ലാവരും എല്ലാ വീടുകളിലും വൈദ്യുതി ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ അതനുസരിച്ച് വോൾട്ടേജ് വ്യത്യാസം വരും. ഇത് മാറുമ്പോൾ ഇതും മാറും. വോൾട്ടേജും പവറും മാറുമ്പോൾ കറണ്ടും മാറും. ഇവരൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ബൾബല്ലേ, ബൾബിൽ മാറാണ്ട് നിൽക്കുന്ന കാര്യം, അതായത് വൈദ്യുത ഉപകരണത്തിൽ മാറാതെ നിൽക്കുന്ന ആളായി ആ ബൾബ് മാറുന്നില്ല. എന്തായാലും ബൾബ് അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? ബൾബും ബൾബിൻ്റെ ഉള്ള ഫിലമെന്റ് ഒന്നും മാറില്ലല്ലോ. അപ്പം മാറാതെ നിൽക്കുന്ന സ്ഥിരമായി നിൽക്കുന്നതാണ് ആ ബൾബിന്റെ പ്രതിരോധം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബൾബിന്റെ പ്രതിരോധം ആദ്യം കണ്ടുപിടിക്കുക. അത് ഈ അവസരത്തിലും അയാൾ മാറാൻ പോകും. ഓക്കെ, അപ്പൊ R സമം V²/V. അപ്പം V എത്രയാ? 220 ഇൻറ്റു 220 ബൈ 100. ശരിയല്ലേ? 22 ഗുണിക്കണം 22. ഞാൻ ഗുണിച്ച് തന്നെ ചെയ്യാൻ പോകും. നിങ്ങൾക്കത് പുസ്തകത്തിലുള്ള കണക്കാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്യണേ. 4 4 4 4. അപ്പോ ഈ ബൾബിന്റെ പ്രതിരോധം 484 ഓം. ഈ ബൾബിന്റെ പ്രതിരോധം ഈ 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ബൾബ് 110 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴേക്കും വരികയാണ്. ബൾബ് മാറുന്നില്ല. അതുകൊണ്ട്
പ്രതിരോധം 484 ഓം തന്നെ. ഇവിടെ നമ്മൾ പി കാണാം. പി സമം വി സ്ക്വയർ ബൈ ആർ. ആർ സമം വി സ്ക്വയർ ബൈ, പി സമം വി സ്ക്വയർ ബൈ ആർ. എത്രയാ വി? 110 ഇൻറ്റു 110 ബൈ 484. ഗുണിക്കണം, ഗുണിക്കാം. ഉപയോഗിക്കട്ടെ ഞാൻ. നൂറ്റി 10 ഇൻറ്റു 110 എന്ന് പറഞ്ഞാൽ 11 പാങ്ങ് ഗുണിച്ചാൽ 1 1 121 അതിന്റെ കൂടെ 2 0. ശരിയല്ലേ? അപ്പൊ 121 2 ഹരിക്കണം 484. ഇനി ഹരിക്കുകയാണെ 121 0 ഹരിക്കണം 484. 121 പൂര 1210 2 പ്രാവശ്യം അല്ലേ? 2 4 8 2 8 16 2 4 9 2 10 7 4 11 200 താഴെയുള്ള 0 484. 5 പ്രാവശ്യം നോക്കിയേ. 5 4 20 2 5 8 40 2 42 4 5 4 24 24. കറക്റ്റായിരിക്കണം. പവർ 25 വാട്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാണാം. ചോയ്സ് ഉണ്ട്. ഉത്തരത്തിൽ 100 വാട്ട്, 75 വാട്ട്, 50 വാട്ട്, 25 വാട്ട്. 25 വാട്ടാണ് ഉത്തരം. ഒരു കാര്യം മനസ്സിലാക്കുന്നത് ചോയ്സ് ക്വസ്റ്റൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ചോദ്യം മനസ്സിലായോ? നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷെ ചെയ്യേണ്ട രീതി ഇതാണ്. ആ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് പ്രയാസമുണ്ട്. ഇല്ലെങ്കിൽ കാര്യം തിരിച്ചറിയാം. 220 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 110 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ പവർ എത്രയായിരിക്കും? പവർ കുറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ 220 എന്നുള്ളത് 110 ആവുക ചെയ്യും. പകുതിയാണ് ചെയ്യുന്നത്. 100 എന്നുള്ളത് പകുതിന്റെ പകുതിയാവുക ചെയ്യും. 50ന്റെ പകുതി 25. ഈ കണക്ക് വളരെ ശ്രദ്ധിക്കണം. ഇത് പരീക്ഷയ്ക്ക്, റിസൾട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു കണക്കാണ്. കുറച്ച് പ്രയാസമുള്ള കണക്ക്. പവറുമായിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് പ്രയാസമുള്ള കണക്കുകളുണ്ടാകും. ഓക്കെ.